മാമൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതല്ലേ എന്ന് മാമൻ പറഞ്ഞ്. അതിന് അമ്മ അങ്ങോട്ട് മറുപടി പറഞ്ഞ്. എന്ത് പറഞ്ഞ്? ഇടമോനെ, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത് ഒരു വേറെ മാതിരിയുള്ളത് എന്ന് അമ്മ പറഞ്ഞ്. അതിന് മാമൻ പറഞ്ഞ്, എന്ന് വെച്ചാൽ എന്താ ചേച്ചി പറഞ്ഞു വരുന്നത്? എനിക്കത് പിടികിട്ടിയില്ല, ഒന്ന് വ്യക്തമായി പറയണം എന്ന് മാമൻ പറഞ്ഞ്. അതിന് എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞ വാക്കില്ലേ, അത് എപ്പോഴെങ്കിലും ഒരു കാലത്ത് നമ്മളെ വീട്ടിലേക്ക് വിരുന്നിന് വരുന്ന വിരുന്നുകാരനെ പോലെയാണ്. ദുഃഖം അങ്ങനെയല്ല, എന്നും നമ്മളെ കൂടെ ഇരിക്കില്ലേ നമ്മളെ സ്വന്തക്കാർ. എൻ്റെ ഭർത്താവ് അതുപോലെയാണ്, എന്നും കൂടെ ഇരിക്കും, കുറച്ച് കുറച്ചായിട്ട് കൊല്ലും എന്ന് അമ്മ പറഞ്ഞ്. അതിന് മാമൻ പറഞ്ഞ്, ചേച്ചി വിഷമിക്കണ്ട, എന്ത് ചെയ്യാനാ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട, അതെല്ലാം ശരിയാവും. ചേച്ചി ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നിന്നാൽ മതി, എല്ലാം താനേ അങ്ങ് ശരിയായിക്കോളും എന്ന് മാമൻ പറഞ്ഞ്. അതിന് അമ്മ പറഞ്ഞ്, അതെങ്ങനെയാടാ പറ്റുക? ഞാൻ ഒരു വാക്ക് ഒരാൾ നമ്മളെ കൊണ്ട് പറയുമ്പോൾ അത് കണ്ടില്ല അത് കേട്ടില്ല എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് നടിക്കാൻ പറ്റുക എന്ന് അമ്മ അങ്ങോട്ട് ചോദിച്ച്. ചേച്ചി, ഒരാളെന്ന് പറയുന്നത് മറ്റു പുറത്തുനിന്ന് വന്ന ആരും അല്ലല്ലോ, നമ്മളെ വീട്ടിലുള്ള ആൾക്കാരല്ലേ പറയുന്നത്. അതങ്ങ് ക്ഷമിക്കുക, പിന്നെ വേറെ വഴിയില്ലല്ലോ, എന്താ ചെയ്യുക, പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് മാമൻ പറഞ്ഞ്. അതിനമ്മ പറഞ്ഞ്, ആടാ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ല, എല്ലാം ആരെന്ത് പറഞ്ഞാലും, അമ്മ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും നീ പറഞ്ഞാലും ഇനി മറ്റുള്ള ബന്ധുക്കൾ പറഞ്ഞാലും ഇതാ ഞാൻ പ്രസവിച്ച് വിട്ട ഈ ചോട്ട പറഞ്ഞാലും എല്ലാം ഞാനങ്ങ് കേട്ടോളണം, അതങ്ങ് സഹിക്കണം. പക്ഷെ നിങ്ങൾക്കായിരിക്കും ഞാൻ പറയുന്നത് സഹിക്കാനും പറ്റില്ല, പൊറുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഉടനെ എന്നെ അപ്പാടും കൊല്ലണം, കത്തിച്ച് കളയണമെന്ന ഒരു ദേഷ്യം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മേലുണ്ടാവും. അത് തെറ്റില്ല, അത് പാടുള്ളതാണല്ലേ, പാടില്ലാത്തതല്ലത്, അത് ശരിയല്ലേ മോനെ എന്ന് അമ്മ പറഞ്ഞ്. അതിന് മാമൻ പറഞ്ഞ്, ചേച്ചി അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, ചേച്ചി ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും ഇക്കാലത്ത്? ലോകത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കാലമായി? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ചേച്ചി? ഇപ്പോൾ ഒരു കോഴീനെ വരെ കല്ലുകൊണ്ട് നമുക്ക് എറിയാൻ പറ്റില്ല, എറിഞ്ഞു കഴിഞ്ഞാൽ കോഴീൻ്റെ ഉടമസ്ഥൻ വരും, പോലീസ് പോയിട്ട് കേസ് കൊടുക്കും. അങ്ങനെയുള്ളപ്പോൾ ചേച്ചീനെ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമോ? ചേച്ചീനെ ഉപദ്രവിച്ചതല്ല, അറിയാമ ചെയ്തതാണ് ചേട്ടൻ. അതിന് അവർ നിങ്ങളെ ഭർത്താവാണ്, അല്ലാണ്ട് മറ്റു ആരുമല്ല. ഇപ്പോൾ ഞാൾ എന്ത് ചെയ്യാനാ ചേച്ചി പറ എന്ന് മാമൻ പറഞ്ഞ്. അതിന് അമ്മ പറഞ്ഞ്, എടാ ആരോടും എന്തും ചെയ്യണം, എനിക്ക് വേണം എന്ന് അവകാശം ചോദിച്ചിട്ടല്ല ഞാൻ വന്നത്, ഒരു മനസ്സമാധാനത്തിന് വന്നതാ. പക്ഷേ അത് ഇവിടെയല്ല, എവിടെ പോയാലും കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യാനാ, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ പാവങ്ങളായിരിക്കും എന്നോട് ഈ പിന്തുടർന്ന് വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയല്ലടാ മോനെ ഞാൻ പറഞ്ഞത് എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞു.
അതിന് മാമൻ പറഞ്ഞ്, എന്താ ചേച്ചി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ചെറിയ കൊച്ചിൻ്റെ തൊട്ട് ഈ പറഞ്ഞത് തന്നെ പറയുന്നില്ല തത്തമ്മേൻ്റെ തൊട്ട്. അതങ്ങ് വിട്ട് കേളാ, മനസ്സിൽ നിന്ന് എടുത്ത് കേളാ. ചേച്ചി ഒന്ന് ഫ്രീ ആവ്, പുറത്തേക്ക് വാ. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വട്ടം തിരിയല്ല. എന്നാലാണ് മനസ്സിലിങ്ങനെ കനം കൂടും, ഭാരം കൂടും തോറും ഇങ്ങനെ ദേഷ്യം വർദ്ധിച്ചു വരും. അതാണ് പറയുന്നത്, ഈ മനസ്സിലിടതൊന്ന് ഒഴിവാക്ക് എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് വലിയമ്മമ്മ വന്നിട്ട്, എടി മോളെ, ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാം ആയി, വന്നോ. എൻ്റെ മോളെവിടെ പോയി? ഓളെയും വിളിക്ക്. മോനെ കൈ കഴിയിട്ട് വാ, എല്ലാവർക്കും ഞാൻ വിളമ്പിയിട്ടുണ്ട് എന്ന് വലിയ അമ്മമ്മ പറഞ്ഞു. അതിന് അമ്മ പറഞ്ഞ്, നിങ്ങളെല്ലാവരും കഴിച്ചോ അമ്മേ? എനിക്ക് ലേശം കഴിഞ്ഞിട്ട് മതി, എനിക്ക് ഇപ്പം അത്ര നല്ല വിശപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ്. അതെന്താടി മോളെ നീ അങ്ങനെ പറയുന്നത്? നീ ഇവിടെ ഇരിക്കുമ്പോൾ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതാണോ ശരി? നല്ല കുടുംബത്തിൽ ജനിച്ചവർ ചെയ്യുന്ന പണിയാണോ അത്? അത് ഞമ്മക്ക് ചേരുന്നതാണോടി? നീ പറ, അമ്മ പറയുന്ന അനുസരിച്ച് നീ പോയിട്ട് കയ്യും കഴിയിട്ട് വാ. എത്ര കാലമായി നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട്. എനിക്ക് കൊതിയാവുന്നില്ലടി. നീ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ എന്നെങ്കിലും ഈ വലിയമ്മയെ വിട്ടിട്ട് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാ? ഒന്നിച്ചല്ലേ കഴിക്കും? അതൊക്കെ എന്നോട് മറന്നുപോയോ എന്ന് വലിയമ്മമ്മ ചോദിച്ചു. അതിന് അമ്മ മറുപടി പറഞ്ഞ്, ഇല്ല അമ്മ, ഒന്നും എന്നോട് മറന്നു പോയിട്ടില്ല, മറക്കാൻ പറ്റില്ല. എന്തും നല്ലതും ഞാൻ അനുഭവിച്ച വിഷമവും ഒന്നും എന്നോട് മറന്നു പോവില്ല എന്ന് അമ്മ പറഞ്ഞ്. എടി, ഈ വിഷമങ്ങളും കാര്യങ്ങളും കുറച്ച് നേരത്തേക്ക് ദൂരക്കള പോട്ടെ, അതങ്ങ്. അത് വേണ്ട. നീ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് സന്തോഷമായിട്ട് ഇരുന്നിട്ട് ഒരു നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ്, അങ്ങനെയല്ലടി വേണ്ടത്. നീ അവിടെ പോയാലും ഇത് ഓർക്കാനുള്ള നല്ലൊരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണ്ടേ? എന്നാലല്ലേ നിൻ്റെ മനസ്സിലൊരു സുഖം കിട്ടുള്ളൂ. അമ്മ പറയുന്നത് കേൾക്ക്. നീ കൈ കയറ്റി വാ, എൻ്റെ പൊന്നു മോള് പോയി കൈ കയറ്റി വാ എന്ന് വലിയ അമ്മമ്മ പറഞ്ഞു. അന്നേരം അമ്മയും അന്നേരം അമ്മയും അച്ഛനും മാമനും വലിയമ്മമ്മയും എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന്. പിന്നെ അമ്മയ്ക്ക് മുറുക്കുന്ന ശീലമുണ്ടല്ലോ, ഈ ആട്ടുംകുട്ടി ചപ്പ് തിന്നോട്ട് പുറത്ത് വന്നിരുന്നിട്ട് മുറുക്കി. അപ്പോൾ കാണുമ്പോൾ ചെറിയ അമ്മമ്മ വരുന്നു, സ്കൂളിൽ ചോറ് വെക്കുന്ന അമ്മമ്മ വന്നിട്ട്, ചിലത്തായി പോയാ ഓളിവിടുന്ന്, എന്നോട് പറയാണ്ട് പോയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വരുമ്പോൾ അവിടെ ഉണ്ട് അമ്മ ഇരിക്കുന്നത്. എന്താടി നീ അങ്ങോട്ട് വരാത്തത്? അന്ന് നീ സ്കൂളിൽ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇളയമ്മയോട് നിനക്ക് വെറുപ്പായാ? നീ അങ്ങോട്ട് എന്നെ കാണുന്നില്ലല്ലോ. എനിക്ക് ഇങ്ങോട്ട് വരാൻ സമയമില്ല, തീരെ സമയമില്ല. എനിക്ക് അത്രയും പണിയാണ്, നിനക്കറിഞ്ഞൂടെ? അവിടെ പശുവുണ്ട്. ഇപ്പം പശുവിൻ്റെ ചാണകമൊക്കെ ആലയൊന്നും വൃത്തിയാക്കിയിട്ടില്ല. പശുവിനെ കൊണ്ടുപോയിട്ട് അവിടെ ഞാനൊരു ഭാഗത്താക്കീനാ, അതിനൊക്കെ പുല്ല് കൊണ്ടുവരണം. സ്കൂളിൽ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഈ പശുവിൻ്റെ ആലയൊന്നും വൃത്തിയാക്കിയിട്ട് പശുവിനെ അങ്ങ് പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് എന്നിട്ട് വേണം കുട്ടിയൊക്കെ വിളമ്പി കൊടുക്കാൻ ഞാൻ പോകണം, വേഗം പോകണം. നീ ഒന്ന് അങ്ങോട്ട് വാ, എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ നേരമില്ലടി എന്ന് ചെറിയ അമ്മമ്മ പറഞ്ഞു. അതിന് അന്ന് സ്കൂളിൽ സെൽവിക്ക് സപ്പോർട്ട് ചെയ്ത് ചെറിയ അമ്മമ്മ വർത്തമാനം പറഞ്ഞ് എൻ്റെ ദേഷ്യം ഉള്ളിലുണ്ടല്ലോ. അമ്മയ്ക്കെന്ന് വെച്ചാൽ വലിയ അമ്മമ്മയാണ് ഇഷ്ടം, ജീവനാണ്. അതേപോലെ വലിയ അമ്മമ്മയ്ക്ക് ഇങ്ങോട്ട് അമ്മേനോട്. പക്ഷേ ചെറിയ അമ്മമ്മേനെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ ഓലിങ്ങനെ വർത്തമാനം പറയും, പക്ഷെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഓലോട് അങ്ങനെ അടുക്കില്ല. പക്ഷെ രണ്ടാളും അമ്മേൻ്റെ ചേച്ചി അനിയത്തിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഓലങ്ങനെ ഇഷ്ടാവില്ല. അന്നേരം പറഞ്ഞ്,
നിങ്ങൾക്ക് ഇത്രയും തിരക്കാണെങ്കിൽ എന്തിനങ്ങോട്ട് എഴുന്നള്ളിക്ക്? ധാരാങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് മുഖത്തടിച്ച പോലെ ഒരു വാക്ക് പറഞ്ഞ്. അന്നേരം ചെറിയ അമ്മമ്മയ്ക്ക് മുഖമെല്ലാം അങ്ങ് കറുത്തുപോയി. എന്താടി നീ അങ്ങനെ പറഞ്ഞത്? നീ എൻ്റെ ഏച്ചിൻ്റെ മോളല്ലേ? നീ മറ്റാരെങ്കിലാ? അന്യ നാട്ടുകാരത്തിയാ നീ? അല്ല, ഞാൻ അറിയാത്ത ആളാ? ഇത് ഞാൻ ജനിച്ച വീടല്ലടി. ആരെങ്കിലും എന്നെ ക്ഷണിച്ചിട്ട് വേണം ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ? എനിക്ക് വന്നൂടെ? എനിക്ക് ഇങ്ങോട്ട് വരാൻ നിനക്ക് അവകാശമില്ലേ എന്ന് ചെറിയ അമ്മമ്മ പറഞ്ഞ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.